ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവൽ നനച്ചതാണ്. ഇപ്പം നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള നാടൻ അവൽ നനച്ചത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവൽ നനച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്രൗൺ കളറിലെ വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള അവലാണ്. അപ്പം അവൽ 2 ടൈപ്പിലുണ്ട്, കട്ടി കൂടിയതും കുറഞ്ഞതും, അതുപോലെ വെളുത്തതും ബ്രൗൺ കളറിലും. അപ്പം കട്ടി കുറഞ്ഞാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും, കട്ടി കൂടിയാലാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അതൊന്ന് കുതിർന്ന് കിട്ടാൻ. ഞാനിപ്പോൾ 2 കപ്പ് അവൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വരെ നമുക്ക് ഈ ഒരു അവൽ നനയ്ക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് ശർക്കര ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടി ആയിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ ഉണ്ട ടൈപ്പിലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ചീകി 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർക്കുമ്പോൾ ഒത്തിരി ഉണങ്ങിയ തേങ്ങ ചേർക്കരുത്, കുറച്ച് ഇളം തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നമ്മുടെ സാധാ പശുവിൻ പാലും ചേർത്ത് കൊടുക്കാം, അതുപോലെ തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണമെങ്കിലും തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഓവറായിട്ട് അങ്ങ് വെള്ളം ഒഴിക്കരുത്, വളരെ കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചൊരു 30 മിനിറ്റ് മാറ്റി വെക്കുക. ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി 30 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ വളരെ തിന്നായുള്ള അവലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ തിക്കായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ പഴമൊക്കെ അരിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ഒരു അവൽ നനച്ചത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ സ്നാക്കായിട്ട് കഴിക്കാം. അതുപോലെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഈ ഒരു അവൽ നനച്ചത് കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്